ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കോൺഗ്രസ് പാർട്ടി ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ വലിയ അഭിമാനത്തോടെയാണ് നിങ്ങൾ മുമ്പിൽ നിന്നിട്ട് വീണ്ടും നിങ്ങളുടെ പിന്തുണ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തവണ എല്ലാ തവണയും എൻ്റെ 3 തെരഞ്ഞെടുപ്പിലും നെയ്യാറ്റിൻകരയിലൊപ്പം നിന്നിട്ടുണ്ട്. എനിക്ക് എല്ലാ തവണയും നിങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. ഈ തവണ കുറച്ചുകൂടി വമ്പിച്ച ഭൂരിപക്ഷം തരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ സഹായം വലിയ അത്യാവശ്യമാണ്. ഞാൻ ഇതിനു മുമ്പ് നിൽക്കുന്നത് പറഞ്ഞതെല്ലാം വീണ്ടും പറയാനില്ല. 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും വേണം. എനിക്കറിയാം മറ്റവരൊക്കെ ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ വലിയ വെല്ലുവിളി എന്താണ് ഈ തെരഞ്ഞെടുപ്പ്? ശ്രീ മേളേപ്പുറം ശ്രീകുമാർ പറഞ്ഞപോലെ ഭാരതത്തിൻ്റെ ഭരണമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. 2026 നമ്മുടെ സംസ്ഥാന സർക്കാർ മാറ്റാൻ അവസരമുണ്ടാകും. 2025 നമ്മുടെ നഗരസഭകൾ മാറ്റാനുള്ള അവസരമുണ്ടാകും. പക്ഷേ 2024 ഭാരതത്തെ ഭരണം മാറ്റാനും ഈ BJP സർക്കാർ, മോദി സർക്കാരിനെ ഡൽഹിയിൽ നിന്ന് പിരിച്ചുവിടാനുമാണ് നമ്മളെല്ലാവരുടെയും അത്യാവശ്യ ആഗ്രഹം. അതിനാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം നമ്മളെല്ലാവർക്കും അറിയാം, അതിന് ഓരോരോ സംസാരവും ഓരോരോ നിലപാടും ഓരോരോ ആക്ഷനും നിയമങ്ങളും കാണുമ്പോൾ ഒരു സംശയവും വേണ്ട, അവരൊരു 3ാം തവണ ഭരണത്ത് വന്നാൽ ഈ രാജ്യത്തിൻ്റെ മുഖചരിത്രം മാറും. അതുകൊണ്ടാണ് ഞാൻ അഭിമാനത്തോട് പറയുന്നത്, ഞാൻ എപ്പോഴും എല്ലാ കാലത്തും രാഷ്ട്രീയത്തിന് മുമ്പും ഈ 15 വർഷക്കാലങ്ങൾ പ്രതിനിധിയായിട്ട് ഭാരതത്തിൻ്റെ ഭൗസ്വരതയ്ക്ക് വേണ്ടി സംസാരിച്ച് സംഘർഷം ചെയ്തൊരു വ്യക്തിയാണ്. ഭാരതത്തെ ഐക്യത്തിന് വേണ്ടിയിട്ടും എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ ഭാഷ, എല്ലാ സംസ്ഥാനങ്ങളുടെ വ്യക്തികളെ ഒരേപോലെ കണ്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പുരോഗതിയും ഒരു വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ വാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭാരതം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹിന്ദി, ഹിന്ദുത്വ, ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ നമുക്ക് തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ തവണ ശക്തമായി നിന്നിട്ട് കേരളത്തിന് 20 UDF സ്ഥാനാർത്ഥികളെ പറഞ്ഞയക്കണം ഡൽഹിക്ക്. അതിനൊപ്പം നിങ്ങൾ എന്നെ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും അയക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഈ ആവേശം എന്ന് പറഞ്ഞ സ്വീകരണത്തിക്ക് വലിയ നന്ദിയുണ്ട്. പക്ഷേ കഥ ഇതോടെ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, 2 ഭാഗത്തും വെല്ലുവിളികൾ വരുന്നുണ്ട്. ഒരു ഭാഗത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മര്യാദക്കാരൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നിൽക്കുന്നു. അദ്ദേഹം നമ്മളൊരു വോട്ടുകളാണ് പിടിച്ചു വലിക്കാൻ ശ്രമിക്കുന്നത്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രചരണത്തിൽ
അനാവശ്യമായി ഇറക്കിയിട്ട് നമ്മുടെ വോട്ടിനെ തെറ്റി മറിച്ചിട്ട് അദ്ദേഹത്തെ എടുക്കാനൊരു ശ്രമം. മറ്റേ ഭാഗത്ത് ഒരു മന്ത്രി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ വാചകത്തിലും മോദി ഗ്യാരൻറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ മോദി ഗ്യാരൻറ്റി? എല്ലാ വർഷവും 2 കോടി തൊഴിൽ കൊണ്ടുവരാൻ പറഞ്ഞ മോദി ഗ്യാരൻറ്റി. ഈ രാജ്യത്ത് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്ന തൊഴിൽ പോയി എന്ന് മാത്രമല്ല, നമ്മുടെ യുവ പ്രവർത്തനം തൊഴിലൊക്കെ തിരയുന്ന യുവാക്കൾ 20 വയസ്സ് മുതൽ 24 വയസ്സുള്ള യുവാക്കൾക്ക് 45.4% അവർക്ക് തൊഴിലില്ലാതെ ഇരിക്കുന്നത്. നമുക്ക് ഒരു സംശയവും വേണ്ട, ഈ രാജ്യത്തിൽ മോദി ഗ്യാരൻറ്റി എന്ന് പറഞ്ഞാൽ പരാജയത്തിൻ്റെ ഗ്യാരൻറ്റി മാത്രമാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയണം, ഈ കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് പറയാൻ സാധിക്കില്ല. മോദിയും BJP സർക്കാരും കേരളത്തിൽ നൽകിയ ഏതു ഗ്യാരൻറ്റി ഒരു വാക്ക് പാലിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ഉറപ്പം പറയുന്നു, ഇല്ല. അവരെ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസസ് വലിയൊരു എയിംസ് ആസ്പത്രി കൊണ്ടുവരാൻ പറഞ്ഞു, ഇതുവരെ എത്തിയിട്ടില്ല. മറ്റേ സംസ്ഥാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടില്ല. രണ്ടാമത്തത് അവർ പറഞ്ഞു, ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, കേൾക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള സ്ഥാപനം, അതിനെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റിത്തരാമെന്ന് പറഞ്ഞ ശേഷം അവരെന്ത് ചെയ്ത്, അതിനെ അവസാനത്തിൽ നമ്മൾക്ക് പ്രഖ്യാപിച്ച ശേഷം പാർലമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഉൾപ്പെടുത്തിയ ശേഷം അവരതിനെ മാറ്റിയിട്ട് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനത്ത് കൊണ്ടുപോയി കൊടുത്തു. അതേപോലെ തന്നെ ഞാൻ ആവശ്യപ്പെട്ട തിരുവനന്തപുരത്തിൽ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ആയുർവേദ കൊണ്ടെന്ന് പറഞ്ഞ പോലെ മന്ത്രി ഇവിടെ വന്നിട്ട് അതിനെ അംഗീകരിച്ചു. പക്ഷെ അവർ സ്ഥാപിച്ചത് ഗുജറാത്തിലാണ്. മൊത്തത്തിൽ ഇതുവരെ കേരളത്തിൽ തന്ന ഏത് വാഗ്ദാനവും പൂർത്തിയാക്കാത്തൊരു സർക്കാരാണ് BJP സർക്കാർ. ഇതിനെക്കുറിച്ചൊരു സംശയവും വേണ്ട. ഞാൻ നിങ്ങളോട് നേരിട്ട് പറയട്ടെ, ഈ ഒന്നും കേരളത്തിൽ ചെയ്യാത്ത സർക്കാർ ഇനി വീണ്ടും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരിക്കലും അവരുടെ പേരുകൾ നൽകുന്ന വാഗ്ദാനങ്ങൾ വിശ്വസിക്കരുത്. ഏത് മലയാളിയും അവർക്ക് വിശ്വസിക്കാൻ ആവശ്യമില്ല. പിന്നെ എന്താ നമ്മൾ കാണുന്നത്? നമ്മുടെ തീരദേശത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയെറിയാൻ നമ്മളുടെ BJP എതിരാളി ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എന്തോ ഒരു എഴുത്ത്, ഒരു PS, ഒരു പ്രൈവറ്റ് സെക്രട്ടറി എഴുതിയ എഴുത്ത് കൊണ്ടുവന്നിട്ട് തീരദേശത്തിൻ്റെ ഓരോരോ വിഷയങ്ങൾ 15 വർഷം ഞാൻ ശ്രമിച്ചു ബാധിച്ച വിഷയങ്ങൾ ഒരൊറ്റ എഴുത്തുകൊണ്ട് അദ്ദേഹം പരിഹാരം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചത് പച്ച നുണയായിരുന്നു എന്ന് ഞാൻ ഇന്നാൾ സാമൂഹ്യ മാധ്യമത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ആ എഴുത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാം. നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റൻസ് അല്ല ആവശ്യം. എല്ലാവർക്കും പുള്ളിമുട്ടി കെട്ടണം ആവശ്യം അറിയാം, എല്ലാവർക്കും പുള്ളിമുട്ടി എങ്ങനെ കെട്ടണമെന്നും അറിയാം. ആവശ്യമുള്ളത് കാശാണ് സുഹൃത്തെ, അത് നിങ്ങളുടെ എഴുത്തിലൊരു വാഗ്ദാനമില്ല. രണ്ടാമത്തെ പോയിന്റ് അവർ പറയുന്നത്, നമ്മളൊരു DPR തയ്യാറാക്കാൻ ഭാവിയിലേക്ക് വേണ്ടിയിട്ട്. ഈ ഒരേ വാഗ്ദാനം ഒരു മന്ത്രി എനിക്ക് ലോക്സഭയിൽ 13 മാസം മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ തെളിവും ലോക്സഭയിൽ ഒഫീഷ്യൽ ഔദ്യോഗികമായ കടലാസിൽ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 13 ദിവസം മുമ്പുള്ള വാഗ്ദാനം വീണ്ടും ഇനി തരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവരൊന്നും വാഗ്ദാനം പൂർത്തിയാക്കിയിട്ടില്ല. ഇപ്പോൾ കൂടി കേന്ദ്രത്തിൽ നിന്ന് ഒരു പൈസ അവർ തന്നിട്ടില്ല. നമ്മളുടെ കടലാക്രമണത്തിനെതിരോ നമ്മളുടെ പുളിപൂട്ട് കിട്ടാനോ നമ്മുടെ തീരദേശത്തെ രക്ഷിക്കാനോ ഒരു സഹായവും ഈ കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരു ഭരണമാറ്റത്തിൽ നിൽക്കുന്നത്. നമ്മുടെ തീരദേശത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് സർക്കാരും കോൺഗ്രസ് ഭരണവും അതിനൊപ്പം ഇന്ത്യ മുന്നണി നമ്മുടെ കടാക്ഷി നേതാക്കളെ കൊണ്ടുവിടെ അവരെല്ലാവരുടെയും സഹകരണത്തോടെ മാത്രമേ ഈ നാടിനെ നന്നായി രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതിനും നമ്മൾ നിൽക്കുന്നുണ്ട്. അതിനൊപ്പം ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, നമ്മുടെ തീരദേശത്തിന് വേണ്ടി എല്ലാ കാര്യത്തിലും സൈക്ലോൺ ഓഖികാലം മുതൽക്ക് നിങ്ങളെല്ലാവർക്കും അറിയാം, നമ്മുടെ ഓരോരോ വിഷയത്തിന് വേണ്ടി നിങ്ങളൊപ്പം നിന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇനിയും നിങ്ങൾക്ക് വേണ്ടി വാദിക്കും. പക്ഷേ ഒരു കോൺഗ്രസ് ഇന്ത്യ മുന്നണി സർക്കാർ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതുവിധ എളുപ്പമായിരിക്കും. നിങ്ങളെല്ലാവരുടെയും പിന്തുണ അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനൊപ്പം ഞാൻ നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിന് വികസനത്തിന് വേണ്ടി നിങ്ങളൊപ്പം പ്രവർത്തിക്കാം. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. നേരെ വൈകി നിങ്ങൾക്കറിയാം, എന്നെ വിളിക്കാൻ എൻ്റെ ടീം ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
ഒരിക്കലും കൂടി നിങ്ങളുടെ ആവേശം നിറഞ്ഞ സ്വീകരണത്തിന് നന്ദി. നിങ്ങളെല്ലാവരെയും ഒപ്പം പ്രവർത്തിച്ചിട്ട് നമ്മൾ ജനാധിപത്യ വിരുദ്ധമായ ഈ BJP സർക്കാർ, ഇന്നലെ ഒരു മുഖ്യമന്ത്രി അടക്കം അറസ്റ്റ് ചെയ്ത സർക്കാർ, കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിനെ അടച്ച് ഫ്രീസ് ചെയ്ത സർക്കാർ, അതിനെയൊക്കെ മാറ്റിയിട്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊക്കെ നിൽക്കുന്നും കൂടി നിങ്ങൾക്ക് എൻ്റെ വാക്ക് തന്നിട്ട് ഒരിക്കലും കൂടി നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്, ജയ് യൂണിയൻ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.